ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നേരിട്ട് കുറേ പേരെന്നോട് ചോദിച്ചിരുന്നു അപ്ലോഡ് ചെയ്തില്ലേ എന്ന്. അപ്പം ഞാൻ കരുതി ഒരു 2023 ലാസ്റ്റ് ഡേ ആണ് ഇത് പബ്ലിഷ് ചെയ്യേണ്ട സമയം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ പലവിധ കാരണത്താൽ അത് കഴിഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ജനുവരി തീരാൻ പോവാം. ജനുവരി കംപ്ലീറ്റ് നമുക്ക് പുതുവർഷം തന്നെ ആണല്ലോ. അപ്പം അത് തീരുന്നതിന് മുന്നേ ഈ ഒരു ലാസ്റ്റ് ഡേ എങ്കിലും അത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. 2023 എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ നേട്ടം, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു വീഡിയോ ആണ്. ഈ ഒരു കുഞ്ഞ് വീടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വപ്നമാണ്, സ്വർഗമാണ് എന്ന് തന്നെ പറയാം അല്ലേ. ലോകത്തിൻ്റെ ഏത് കോണി പോയിട്ട് വന്നാലും നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്വർഗം പണിതെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ എന്തോരം സ്ട്രഗിൾ, എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ സ്വന്തമായി അറിഞ്ഞ കുറേ സമയങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് പകർത്തിയെടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒന്ന് ആക്റ്റീവൊക്കെ ആയി വരുന്ന സമയമായിരുന്നു ആ ഒരു ടൈം. അപ്പം അന്ന് നമ്മൾ അത്ര വലിയ രീതിയിലൊന്നും വീഡിയോസൊന്നും കളക്ട് ചെയ്യാനോ എടുക്കാനോ ഒന്നും ഒരു മനസ്സ് തോന്നിയിരുന്നില്ല എന്ന് പറയുന്നത് സത്യം. ആ ഒരു അവസ്ഥ വേറെയായിരുന്നു, അത് വേറൊരു സത്യം. എന്താണെങ്കിലും ഇതൊന്ന് സാധ്യമാക്കി എടുക്കാൻ എനിക്ക് 2023 കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വർഷത്തെ താളുകൾ മറിച്ചാലും 2023 എൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം വളരെ വലുതായിരിക്കും, വളരെ വലുത്. ഞാൻ പറയുമ്പോൾ എൻ്റെ വാക്കുകളൊക്കെ ഭയങ്കര തിരക്ക്. ഏകദേശം ഇപ്പോൾ 1 വർഷം ആകാറായി കേട്ടോ. ഇത് പാലൊക്കെ കാച്ചി കഴിഞ്ഞിട്ട് 1 വർഷം ആകാറായി. കഴിഞ്ഞ 2023 ഏപ്രിലായിരുന്നു ഇത് നടന്നിരുന്നത്. പലപ്പോഴും ഈ വീഡിയോ എന്തുകൊണ്ട് ലേറ്റായെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ആ ദിവസം കംപ്ലീറ്റ് ഒരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നല്ല നല്ല കുറേ മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ തിരക്ക്, കുറേ ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയൊന്ന് വീഡിയോ ആക്കി എടുക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പിന്നെ കയ്യിൽ കിട്ടിയതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ വിചാരിച്ചു ഇത് ഇനിയെങ്കിലും ഇടണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇടാമെന്ന് വെച്ചത്. നിങ്ങൾ തുടക്കത്തിൽ ഒരു വീട് ഇടിച്ചു പൊളിക്കുന്നത് കണ്ടില്ലേ? ഒരു വീട് ഇടിച്ചു പൊളിക്കാൻ എന്ത് എളുപ്പമാണല്ലേ, പക്ഷെ അതേപോലെ പണിതെടുക്കാനാണ് പ്രയാസം. എനിവേ, ആ ഇടിച്ചു പൊളിക്കുന്ന വീടിൽ നിന്ന് ഇപ്പോഴെത്തി നിൽക്കുന്ന ആ വീട്ടിലേക്ക് കയറാൻ ഞാൻ അനുഭവിച്ചത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എന്താകും, എങ്ങനെയാകും എന്നൊക്കെ ആലോചിച്ച് ഈ ക്ഷുദ്രജീവികളും എലിയും പാറ്റയും ഒക്കെ ആക്രമിച്ച വീട്ടിൽ നിന്ന് അങ്ങനെയായിരുന്നു ഞാൻ. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ ഈ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താവുന്നതും പറയാവുന്നതും വളരെ കുറച്ച് മാത്രമാണ്. പക്ഷേ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിൽ ഉണ്ട്. ഒരുപാട് നഷ്ടങ്ങളും ആപത്തുകളും ഒക്കെ ഞാൻ തരണം ചെയ്തിരുന്നു. ഈ വീടിൻ്റെ പണി സമയത്തും ഈ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിലും ഒക്കെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആപത്തുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്തെന്നോ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഇതിലെ വാക്കുകൾ പറയുമ്പോഴൊക്കെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ താമസിച്ചതിന് കാരണം അതാണ്. ഈ വാക്കുകൾ പറയുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ അറിയാണ്ട് നിറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാല് കാച്ചുന്ന ദിവസം എത്തിയപ്പോഴുണ്ടല്ലോ അനുഭവിച്ചൊരു സന്തോഷം. കാരണം ഇത്ര നാൾ ഞാൻ അനുഭവിച്ചത് വേദനകളിലും ത്യാഗങ്ങളിൽ നിന്നേ ആ ദിവസം വന്ന് എത്തിയപ്പോൾ എനിക്കുണ്ടായൊരു ഇമോഷൻ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അത്ര സന്തോഷമായിരുന്നു. സാധാരണ നമ്മൾ ഈ പെൺപിള്ളേരൊക്കെ ഒരുങ്ങുന്നതും സ്വപ്നം കാണുന്നതൊക്കെ നമ്മുടെ ഒരു വിവാഹ സ്റ്റേജ് ആണല്ലോ. വിവാഹത്തിനേക്ക് ഞാൻ അങ്ങനെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്. അപ്പം ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫിലോട്ട് പോകുന്ന ഒരു സന്തോഷം എങ്ങനെയാണോ അതിലുപരിയായിരുന്നു എൻ്റെ ഈ ഒരു ദിവസം. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ വീടിന് വേണ്ടി ഓടിയത്, ഈ വീട് ചെയ്യാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത്. ഞാൻ ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരിക്കലും എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കൂടെ കുറേ അധികം ആളുകൾ ചേർന്നിട്ടുണ്ട്, അങ്ങനെയല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ചിലവുകളും മറ്റ് സ്ട്രഗിളിങ്ങും എല്ലാം സ്വയം അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഞാനിത് ഭയങ്കര ഇമോഷണലാണ്, പറയാണ്ട് വയ്യ. ഇതൊരു ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ എനിക്കത് വളരെ പരിമിതമാണ് നിങ്ങളോട് എങ്ങനെ പങ്കുവെക്കണം എന്നുള്ളത്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നതിലപ്പുറം എനിക്കിതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അത്ര വലിയ സ്വപ്നമായിരുന്നു. ഈ ഒരു ദിവസത്തിനായിട്ട് എന്നോടൊപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് എന്നോടൊപ്പം ചിലപ്പോൾ എനിക്ക് മനസ്സിന് ശക്തി പകർന്നു തന്നെ. എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ, എൻ്റെ ചേച്ചി, എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥാപനം, ഞാൻ ആദ്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കയറിയ സ്ഥാപനമാണ് പെരുമ്പളിക്കലിലെ NSS ബോധി വിദ്യാലയം. അവിടുത്തെ സാറുണ്ട്, സുരേഷ് സാർ ഒരു വാർഡ് മെമ്പർ കൂടാണ്. സാർ എൻ്റെ ലൈഫിലുണ്ടല്ലോ ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്.
എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാനും എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് തരാനും ഒക്കെ സാറാണ് എനിക്ക് കൂടെ നിന്നത്. സത്യം പറഞ്ഞ ഈ വീട് പണി ഞാൻ സാറിനോട് അത്ര ഒന്നും ഒത്തിരി വാചകത്തിൽ സംസാരിക്കുന്ന ആളൊന്നുമല്ല. കാരണം നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യരോട് നമ്മൾ ഒത്തിരി കിടന്ന് വർത്താനം പറയത്തില്ല. അപ്പം ഞാനവിടെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്, പക്ഷെ ഒത്തിരി ഞങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. പക്ഷെ എൻ്റെ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ സാറിനെ വിളിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു, വാ തോരാതെ, സാർ എന്നോടും ഞാൻ സാറിനോടും. കാരണം ഞാൻ ആ ഒരു ദിവസത്തിൽ എത്തിച്ചേരാൻ എനിക്ക് തോന്നുന്നു സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. ഒരു പക്ഷേ സാറിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുമെന്ന് എനിക്കറിയാം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കര നന്ദിയാണോ സന്തോഷമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും സാറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യും. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അത്ര കണ്ണു നിറയുന്നുണ്ട് എനിക്ക്. എനിവേ, നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയൊക്കെ നിങ്ങളോട് പറയാൻ പറ്റുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്